നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. അധ്യാപകർക്ക് ശമ്പളം നൽകാനായി പായസ ചലഞ്ച് സംഘടിപ്പിച്ച് PTA-യും നാട്ടുകാരും. തൃക്കലങ്കോട് തരികുളം ബദൽ സ്കൂൾ PTA-യും നാട്ടുകാരും ശമ്പളം നൽകാനായി കഴിഞ്ഞ 4 വർഷമായി വ്യത്യസ്ത രീതികളിലൂടെയാണ് പണം കണ്ടെത്തുന്നത്. മെയ് മാസത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. തുടർന്ന് ഉത്തരവിനെതിരെ നാട്ടുകാർ ജനകീയമായി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ വാങ്ങുകയായിരുന്നു. സ്റ്റേ ഓർഡർ നൽകിയെങ്കിലും സർക്കാർ അധ്യാപകരെ വിദ്യാലയത്തിൽ നിയമിച്ചില്ല. പിന്നീട് PTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകരെ നിയമിക്കുകയും ശമ്പളം നൽകാനായി ജനകീയമായി ധനസമാഹരണം, ബിരിയാണി ചലഞ്ച്, പായസ ചലഞ്ച് എന്നീ മാർഗത്തിലൂടെ പണം കണ്ടെത്തുകയുമാണ് ചെയ്തത്. 2022 സർക്കാർ തലത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഉത്തരവ് വന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഓർഡറിനെതിരായിട്ട് നാട്ടുകാരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കോടതി നമുക്ക് ആ ഓർഡർ സ്റ്റേ ചെയ്തുകൊണ്ട് സ്ഥാപനം തുടരാൻ അനുവാദം നൽകുകയും ചെയ്തു. പക്ഷേ ഗവൺമെൻറ് ആ സ്ഥാപനത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരെയൊക്കെ പെട്ടെന്ന് മറ്റു സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യാസം നടത്തുകയും നമ്മുടെ സ്ഥാപനത്തെ അനാഥമാക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാരുടെ ഉണർന്നുള്ള പ്രവർത്തനം കാരണം പുതിയ ടീച്ചേഴ്സിനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂളിന് യാതൊരു കോട്ടവും പറ്റാത്ത രൂപത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും കോടതിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് യാതൊരു തടസ്സവുമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2022 മുതൽ സ്കൂൾ നിർത്തലാക്കിയ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തത് മുതൽ ഇപ്പോൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ വർഷം ബിരിയാണി ചലഞ്ച് നടത്തി, കഴിഞ്ഞ വർഷം നാട്ടുകാരിൽ നിന്ന് ജനകീയമായ കളക്ഷൻ നടത്തി, ഈ വർഷം ഇപ്പോൾ വീണ്ടും പായസ ചലഞ്ച് നടത്തി. ഇങ്ങനെ ഓരോ വർഷവും ഇത് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അധ്യാപകരുടെ തുച്ഛമായ വേതനം കൊടുക്കാൻ തന്നെ നല്ലൊരു സംഖ്യ വേണം. അതുപോലെ തന്നെ കോടതി ചെലവുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനും നല്ലൊരു സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളത്. ഇത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായും മറ്റൊക്കെ പിന്നോക്കം നിൽക്കുന്ന കൂലിപ്പണിക്കാരും സാധാരണ തോട്ടം തൊഴിലാളികളൊക്കെ ആയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ എമൗണ്ട് എല്ലാ വർഷവും ഉണ്ടാക്കി സ്വരൂപിച്ച് ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ശ്രമകരമായ സംഗതിയാണ്. എല്ലാ കാര്യങ്ങൾക്കും സുഗമമായി നടക്കണമെങ്കിൽ ഇപ്പോൾ അധ്യാപകർക്ക് വളരെ തുച്ഛമായ വേതനം, ഒരു വേതനം എന്ന് പറയാൻ പറ്റാത്ത തുക നമ്മൾ കൊടുക്കുന്നില്ല. അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊടുക്കണമെങ്കിൽ പോലും സാധിക്കുന്നില്ല. അത് തന്നെ നമുക്ക് മറ്റ് സഹായങ്ങളൊന്നും തന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിനായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഈ ചലഞ്ച് വഴി ആളുകളുടെ നിന്നുള്ള സ്വരൂപിക്കുന്ന ഈ ഫണ്ട് തന്നെയാണുള്ളത്. മഞ്ചേരി സബ് ജില്ലയിൽ തന്നെ കലാകായിക രംഗത്ത് വിദ്യാലയത്തിലെ കുട്ടികൾ മുൻപന്തിയിലാണ്. ഉനൈസ് കാപ്പിലകത്ത്, ഫൈസൽ നെച്ചിയിൽ, എ ഹുസൈൻ, ടി ജാഫർ, ടി കുഞ്ഞാപ്പു, മുജീബ് റഹ്മാൻ, ടി സാജിദ്, എൻ മാനു, ഇ മാനു തുടങ്ങിയവർ പായസ ചലഞ്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ.